ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ ആണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടുണ്ടാവൂലേ, ഇനി എന്തിന് ടെൻഷൻ അടിക്കണം, നിങ്ങൾ ഗ്രാമർ തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് 2023 എവിടെയാണ് 2023 എഴുതിയത്? പാളിയാ ഇല്ലല്ലോ, ശ്രദ്ധിക്കണേ, നോക്കിക്കോളൂ. 2023 അതുപോലെ തന്നെ 2024 എന്നീ 2 വർഷങ്ങളിലുള്ള മോഡൽ എക്സാമിൻ്റെയും അതുപോലെ പബ്ലിക് എക്സാമിൻ്റെയും 2 വർഷത്തെയും മോഡൽ എക്സാമിൻ്റെയും പബ്ലിക് എക്സാമിലും ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഗ്രാമറാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഗ്രാമർ. അപ്പൊ 4 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കംപ്ലീറ്റ് ഗ്രാമർ +1 ഇങ്ങനെയാണ് ചോദിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമർ ഇതോടുകൂടി സെറ്റ് ആവൂലേ. ഇനി വീണ്ടും നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്കായിട്ട്, ഇപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് സാർ ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾക്ക് എടുത്തു തരൂ, അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് വേറെ എടുത്ത് തരാം കേട്ടോ. ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ഈ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി എന്ന് അറിയിക്കുക. ഇനി അത് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഞാൻ വേറെ ചെയ്തു തരാം കേട്ടോ. എനിവേ, നോക്കാം നമുക്ക്. കംപ്ലീറ്റ് ദ സെന്റൻസ് കറക്റ്റ്ലി അല്ലേ. ഇത് വെറും ഒരു സിംഗിൾ ഗ്രാമർ മാത്രം, ഒരു റിപ്പോർട്ട് സ്പീച്ച് മാത്രമോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് മാത്രമോ അല്ലെങ്കിൽ ഒരു കോസി ഡിവൈസസ് മാത്രമോ അല്ല. എല്ലാം മുഷക്കലായിട്ടുള്ള, ഞങ്ങൾ മുഷക്കൽ എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രാമറിന്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കംപ്ലീറ്റ് ദ സെന്റൻസ് കറക്റ്റ്ലി അല്ലേ. നിങ്ങളെ തന്നിട്ടുള്ള സെന്റൻസ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന്. വൺ ഷുഡ് ഡു, ഒരുത്തൻ ചെയ്യണം അല്ലേ. ഡാഷ് ഡ്യൂട്ടി, അവന്റെ ഡ്യൂട്ടി എന്നല്ലേ ഇവിടെ ശരിക്കും. അപ്പൊ നിങ്ങൾ ഹിസ് ഡ്യൂട്ടി എന്ന് എഴുതി വെക്കും. അല്ല, സബ്ജക്റ്റ് 1 ആണെങ്കിൽ അതിന്റെ പ്രനൗൺ എന്ത് തന്നെയാണ്, പറ 1 തന്നെയാണ്. വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി ഫോർ വൺസ് കൺട്രി. ഒരുത്തന്റെ ഡ്യൂട്ടി അവൻ അല്ലെ, ഒരുത്തന്റെ കൺട്രിക്ക് വേണ്ടി ചെയ്തിരിക്കണം. നോക്കൂ നിങ്ങൾ, അതെന്താ സാറ് അങ്ങനെ ഒരാളുടെ കാര്യം, അത് 1ന്റെ പ്രനൗൺ അങ്ങനെയാണ് വരിക എന്ന്. എന്നാ നോക്കിക്കോട്ടോ. അപ്പോൾ അതിന്റെ കൂടുതൽ വേറൊരു റൂൾ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എവരി വൺ അല്ലെ, 4 വണ്ണുകളുണ്ട്. എവരി വൺ ഉണ്ട്, സം വൺ ഉണ്ട് അല്ലെ, സം വൺ ഉണ്ട്, പിന്നെ ഏത് വണ്ണാണ് പറ, എവരി വൺ, സം വൺ, എനി വൺ അല്ലെ. 4 വണ്ണുകളുണ്ട്. എവരി വൺ, സം വൺ, എനി വൺ, നോ വൺ അല്ലെ, നോ വൺ. 4 ബടികളുണ്ട്. ഏതൊക്കെയാണ് ബടികൾ പറ? എവ്രിബാഡി അല്ലെ, എവ്രിബാഡി, പിന്നെ സംബാരി, ശ്രദ്ധിച്ച് കേട്ടോളൂ. എവ്രിബഡി, സംബാഡി, എനിബഡി ട്ടോ, എനിബഡി, നോബഡി. ഇങ്ങനെ വന്നാലോ സാറേ, ഇപ്പൊ എവ്രിബഡി എല്ലാരും കൂടെ, അല്ലെങ്കിൽ എവ്രി വൺ അല്ലെ, ഷുഡ് റെസ്പെക്ട്. ഇവിടെ എങ്ങനെ തന്നിട്ടോ, ഷുഡ് റെസ്പെക്ട്, തീർച്ചയായിട്ടും ബഹുമാനിക്കണം. ഷുഡ് റെസ്പെക്ട്. ഡാഷ് ഫാദർ അല്ലേ, ഡാഷ് ഫാദർ. അപ്പൊ ഉത്തരം നിങ്ങളെ തലയിൽ വന്നിട്ടുണ്ടാവില്ല. എന്താണ് പറ, ദയർ ഫാദർ എന്നായിരിക്കും. അത് തെറ്റാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതിലൊക്കെ നോക്കൂ, എവരി വൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. സോ എവരി വൺ ഷുഡ് റെസ്പെക്ട് ഹിസ് ഫാദർ എന്നാണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? ഹിസ് ഫാദർ ആണ്. അപ്പൊ 4 ബടി 4 വണ്ണൊക്കെ വന്നാൽ അവിടെ എന്ത് ഉപയോഗിക്കണം പറ, ഹിസ് ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് എന്തല്ല പറ, ദയറല്ല. മറക്കരുത് കേട്ടോ, മറക്കരുതേ, മറ്റല്ല, മറക്കരുതേ. ഇത് ഓർക്കണം കേട്ടോ, നിങ്ങൾ ഓർക്കണേ, തെറ്റരുത്. ശ്രദ്ധിക്കുക. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇവിടെ എവറിത്തിങ് ആണെങ്കിലോ അല്ലെ, എവറിത്തിങ് ആണെങ്കിലോ, എവറിത്തിങ് ഷുഡ് കീപ്പ്, എല്ലാം കീപ്പ് ചെയ്യണം. എവറിത്തിങ് ഷുഡ് കീപ്പ്, എല്ലാം കീപ്പ് ചെയ്യണം. ഇൻ ഡാഷ് പൊസിഷൻ അല്ലെ, ഡാഷ് പൊസിഷൻ എന്ന് എഴുതി. അപ്പൊ ഇൻ ഡെയർ പൊസിഷൻ ആണോ ഇറ്റ്സ് പൊസിഷൻ ആണോ? ഉത്തരം ഇറ്റ്സ് പൊസിഷൻ ആണ്. അല്ലാണ്ട് എന്തല്ല, ഡെയർ അല്ല. നമുക്ക് എവറിത്തിങ് ആകുമ്പോ ഡെയർ വെക്കാൻ തോന്നും, ഡെയർ അല്ല, ഇറ്റ്സ് ആണ്. തെറ്റരുത് കേട്ടോ. അപ്പൊ 1 ആണെങ്കിലോ മക്കളെ, 1 ആണെങ്കിൽ 1 തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിലെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടാണ്ട് ഇത്രയും റൂൾ നമ്മൾ എന്ത് ചെയ്തു, അത് കൂടാണ്ട് നമ്മൾ എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സെറ്റ് ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഗ്രാമറിന്റെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇന്ന് പഠിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അടുത്തത്, റീറൈറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ ഈഫ് കൊടുത്തിട്ടുണ്ട്. ഈഫ് ഐ ഡാഷ് യു ഐ ബൈ എ ന്യൂ വൺ അല്ലെ. ഇഫ് ഐ ഡാഷ് യു ഐ ബൈ എ ന്യൂ വൺ. അതിന്റെ കറക്റ്റ് ഫോം ഏതാണ് നോക്കുങ്ങള്. ഇഫ് ഐ ആം ഞാനാണെങ്കിൽ, ഇഫ് ഐ ആം ഞാനാണെങ്കിൽ, ഇഫ് ഐ ആം യു അല്ലേ, ഞാൻ ആരാണെങ്കിൽ പറ, നീ ആണെങ്കിൽ,
ഐ വിൽ ബൈ, ഞാൻ എന്ത് വാങ്ങിക്കും പറ, ഐ വിൽ ബൈ എ ന്യൂ കാർ, ന്യൂ വൺ, ഞാൻ പുതിയതൊന്ന് വാങ്ങും. ഇനി നോക്കിക്കോളൂ, ഇഫ് ഐ വാസിന് പകരം വേറാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഐ വേർ യു ആണെങ്കിലോ ആ വിൽ ബൈ എന്തായി മാറും പറ, വുഡ് ബൈ ആയി മാറും. ഈസി ആണ് അല്ലേ? വിൽ ബൈ എന്തായി മാറും മക്കളെ പറ, വുഡ് ബൈ ആണ് കേട്ടോ. അപ്പൊ ഇഫ് ക്ലോസ് എന്ന് പറയുന്നതാണ്, അത് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ഈസി ആണ് കേട്ടോ, തെറ്റരുത്. അടുത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്താനാണ് പറ, റീറൈറ്റ് അല്ലെ, ആസ് ഡിറക്റ്റഡ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ച് എന്താക്കണം പറ, ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാട്ടോ. വൈ ആർ യു ലേറ്റ് ആസ്ക്ഡ് ദ ടീച്ചർ, ടീച്ചർ ചോദിച്ചു എന്താണ് നേരം വൈകിയത് എന്ന്. അപ്പോ ഐ ഓവർ സ്ലെപ്റ്റ്, ഞാൻ കൂടുതൽ ഉറങ്ങി. റിപ്ലൈഡ് മീര, മീര അങ്ങനെ പറഞ്ഞു, ഞാൻ കൂടുതൽ നേരം ഉറങ്ങിയെന്ന്. അപ്പൊ നോക്കിക്കോളൂ, ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ള കേട്ടോ. ആര് ചോദിച്ചതാണ്, ടീച്ചർ അല്ലേ. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്ത കേട്ടോ. നോക്കിക്കോളൂ, ടീച്ചർ, നോക്കിക്കോളൂ ദ ടീച്ചർ, നോക്കിക്കോളൂ ദ ടീച്ചർ, യെസ് ഓക്കെ, ഇങ്ങനത്തെ ആക്കാം. ദ ടീച്ചർ, യെസ് ദ ടീച്ചർ ആസ്ക്ഡ് മീര, മീരനോട് ആര് ചോദിച്ചു പറ, ടീച്ചർ ചോദിച്ചു അല്ലേ. ഇനി നോക്കിക്കോളൂ, വൈ ആർ യു ലേറ്റ് എന്ന് പറയുന്നതാണ് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് മെയിൻ വെർബ് എന്ന് പറയുന്ന ഇതിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലെ. വൈ ആർ യു ലേറ്റ്. അപ്പൊ നമ്മൾ എന്താ ഈ വൈ അതുപോലെ തന്നെ വെക്കുക അല്ലെ. അപ്പൊ ടീച്ചർ ആസ്ക്ഡ് മീര വൈ, അത് അതുപോലെ തന്നെ വെച്ചുട്ടോ. ഇനി ഈ സബ്ജക്റ്റ് ഇങ്ങോട്ടും ഓക്സിലറി വെർബ് ഇങ്ങോട്ടും വെച്ചാൽ റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു. അത്ര സിമ്പിൾ സാധാരണ റിപ്പോർട്ട് സ്പീച്ച്. നോക്കൂ, വൈ, ഈ യു കൊണ്ട് ഉദ്ദേശിച്ച മീരല്ലേ, വൈ ഷീ. പിന്നെ ആറെന്താകും, ആറെന്താകും അല്ലെ, ആമി ഈസ് ആറെന്താകും, വാസ് വേർ ആകും. വാസ് വേർ എന്തായി മാറും പറ, ഹാഡ് ബീൻ ആകും. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിക്കോളൂ, ആറെന്തായി മാറും, വേറെ. എന്നാൽ ഷീന്റെ കൂടുതൽ വേറെ വെക്കാൻ പറ്റുമോ, ഇല്ല, വാസ്. വൈ ഷീ വാസ് ലേറ്റ്, വൈ ഷീ വാസ് ലേറ്റ്, എന്തുകൊണ്ടാണ് അവൾ ലേറ്റ് ആയത് എന്ന്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണ്ട, ഫുൾ സ്റ്റോപ്പ് ആട്ടോ, കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യല്ലേ. ആ സമയത്ത് ആരാണ് പറ, മീര റിപ്ലൈഡ്, മീര റിപ്ലൈഡ്. മീര എന്താ പറഞ്ഞത് പറ, റിപ്ലൈഡ് ദാറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ നമ്മൾ നോക്കണം പറ, ദാറ്റ് വെക്കണം. മീര റിപ്ലൈഡ് ദാറ്റ്. ഐ ഓവർ സ്ലെപ്റ്റ്, ഐ എന്ന് പറയുന്നത് എന്തായി മാറി പറ, ഷീ അല്ലേ. ഐ എന്തായി മാറി, ഷീ. ഓവർ സ്ലെപ്റ്റ് അല്ലേ, ഇത് പാസ്റ്റ് ആണ്. അപ്പൊ എന്താണ് പറ, ഷീ ഹാഡ് ഓവർ സ്ലെപ്റ്റ്. ഷീ ഹാഡ് ഓവർ സ്ലെപ്റ്റ് ആണ് കേട്ടോ. ഷീ ഹാഡ് ഓവർ സ്ലെപ്റ്റ് എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഷീ ഹാഡ് ഓവർ സ്ലെപ്റ്റ് അങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ, ചേഞ്ച് ദ അസേർട്ടീവ് സെന്റൻസ് ഇൻ ടു എക്സ്ക്ലമേറ്ററി. നമുക്ക് തന്നിട്ടുള്ള അസേർട്ടീവ് സെന്റൻസ് എന്തിലേക്ക് മാറ്റണം, എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് മാറ്റണം. ഏതാണ് അസേർട്ടീവ് സെന്റൻസ്? ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. എന്താണ് പറ, ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ അല്ലെ. ഇത് നമുക്ക് എന്തിലേക്ക് മാറ്റണം, എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതാ സാറേ, ആദ്യം ഒരു വാട്ട് എടുക്കുക അല്ലെ, വാച്ച് അല്ലേ. ദെൻ വാട്ട് എ വെരി ഫെയ്ത്ത്ഫുൾ ആനിമൽ കേട്ടോ, വാട്ട് എ വെരി ഫെയ്ത്ത്ഫുൾ ആനിമൽ അല്ലെ. വാട്ട് എ വെരി ഫെയ്ത്ത്ഫുൾ ആനിമൽ, വാട്ട് എ വെരി ഫെയ്ത്ത്ഫുൾ ആനിമൽ. ആനിമൽ എന്നിട്ടോ, ആനിമൽ. ദ ഡോഗ് ഈസ്, ദ ഡോഗ് ഈസ്, ദ ഡോഗ് ഈസ് ട്ടോ. ഇതാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയി മാറിയത്. ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. അത് എക്സ്ക്ലമേറ്ററി ആക്കിയത് എങ്ങനെയാണ് പറ, വാട്ട് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ ദ ഡോഗ് ഈസ്. ഒരു ചോദ്യം ഞാൻ വേറെ പറയാട്ടോ, ഇറ്റ് ഈസ് എ ലവ്ലി ഡേ. അതെങ്ങനെ എക്സ്ക്ലമേറ്ററി ആക്കല്, വാട്ട് എ ലവ്ലി ഡേ ഇറ്റ് ഈസ്. അത് കഴിഞ്ഞാൽ എന്തായി പറ, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയി. മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പല്ലേ? സെറ്റ്. നോക്കിക്കോളൂ അടുത്തത്. ഇതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ റൂൾ ഒന്ന് ഞാനിവിടെ ചുമ്മാ ഒരു 6 വര വരച്ച് കാണിച്ചു തരാം കേട്ടോ. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ റൂൾ എന്ന് പറയുന്നത് ഞാൻ ഒരു 6 വര വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോളൂ, V1 V2 V3 എന്ന് പറയുന്ന സംഗതി ഉണ്ട് കേട്ടോ. ആം ഈ ബി ഫാമിലി പെട്ടതാണ് മക്കളെ. ആം ഈസ് ആറ്, ആം ഈസ് ആറ് അല്ലേ. ഡു പിന്നെ അതിന്റെ V2 ആണ് എന്ത് പറ, വാസ് വേറ്, വാസ് വേറ്. അതിന്റെ V3 എന്ന് പറയുന്നത് മക്കൾ എന്താണ്, ബീന് എന്ന് പറയുന്നത് V3 ട്ടോ. ഇനി നോക്കിക്കോളൂ, ഡു ഫാമിലിന്റെ V1 ആണ് എന്ത്, ഡു അല്ലെങ്കിൽ ഡസ്, ഡു അല്ലെങ്കിൽ പറ ഡസ്. അതിന്റെ V2 ആണ് എന്ത് പറയുന്നത്, ഡിഡ്. അതിന്റെ V3 ആണ് മക്കൾ എന്ത് പറ, ഡൺ എന്ന് പറയുന്നത് എന്ന്. ഇനി നോക്കിക്കോളൂ, ഹാവ് ഫാമിലി. ഹാവ് ഫാമിലിന്റെ V1 ആണ് എന്ത് പറ, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്. അതിന്റെ V2 ആണ് പറ ഹാഡ്. അതിന്റെ V3 എന്ത് തന്നെയാണ് മക്കളെ പറ, ഹാഡ് തന്നെയാണ് എന്ന്. ക്ലിയർ അല്ലേ?
അങ്ങനെയാണെങ്കിൽ എങ്ങനെ സാർ റിപ്പോർട്ട് ചെയ്യല്? ഇറ്റ്സ് ഈസി. നിങ്ങൾ ആമിസാർ കണ്ടാൽ അതെന്താക്കണം പറ, വാസ് വേർ ആക്കണം. വാസ് വേർ ആണെങ്കിലോ വെറും ബീനല്ല, അത് ഹാഡ് ബീൻ ആക്കണം എന്ന്. വെറും ബീനല്ല ഹാഡ് ബീൻ, വെറും V3 അല്ല, എന്ത് V3 ആക്കണം പറ, ഹാഡ് പ്ലസ് V3 ആക്കണം എന്നുള്ള കേട്ടോ. നോക്കൂ നിങ്ങൾ, ഡൂഡസ് കണ്ടാൽ നിങ്ങൾ എന്താക്കണം, ഡിഡ് ആക്കണം. ഡിഡ് കണ്ടാലോ വെറും ഡൺ അല്ല, ഹാഡ് ഡൺ ആക്കണം എന്ന്. ഈസി. ഇതാ ഇവിടെ ഒരു വര വരച്ചു, ഇത് രണ്ടാമത്തെ വര, ഇത് മൂന്നാമത്തെ വര, ഇത് നാലാമത്തെ വര. ഇനി നോക്കിക്കോളൂ, ഹാവോ ഹാസോ കണ്ടാൽ നിങ്ങൾ എന്താക്കണം പറ, ഹാഡ് ആക്കണം. അഞ്ചാമത്തെ വര. വെറും ഹാഡ് ആണെങ്കിലോ നിങ്ങൾ ഹാഡ് ആക്കണം. ആറാമത്തെ വര. ഈ 6 വര വരച്ച റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നോക്കിക്കോളൂ, ഇപ്പൊ നമ്മൾ അത്യാവശ്യം റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്ലാസ് ഒക്കെ ഓൾറെഡി കേട്ട് വന്ന കുട്ടികളാവും. അതുകൊണ്ടാണ് ഈ ഗ്രാമർ ഇവിടെ സെറ്റാന്ന് ഞാൻ പറയാനുള്ള കാര്യം കേട്ടോ. ഇതെങ്ങനെ സാറേ വന്ന് നോക്കൂ നിങ്ങൾ. വൈ ആർ യു ലേറ്റ്, വൈ എഴുതി ഇല്ലേ, യു അങ്ങോട്ടിട്ട് ആർ എന്തായി മാറും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആർ എന്തായി മാറും, വാസോ വേറോ ആയി മാറും അല്ലേ. ഇവിടെ ഷീന്റെ കൂടുതൽ നമുക്ക് എന്താ വെക്കാൻ പറ്റുള്ളൂ, വാസല്ലേ വെക്കാൻ പറ്റുള്ളൂ. വൈ ഷീ വാസ് ലേറ്റ് ആണ് എന്ന്. ഇവിടെ വൈ വേർ യു ലേറ്റ് ആണെങ്കിലോ, വൈ വേർ യു ലേറ്റ് ആണെങ്കിലോ വൈ ഷീ അല്ലേ. അപ്പൊ വേറെന്താവും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേർ ഹാഡ് ബീൻ ആവും. അപ്പൊ വൈ ഷീ ഹാഡ് ബീൻ ലേറ്റ് എന്നതിലേക്ക് മാറും. ക്ലിയർ? വൈ ഷീ ഹാഡ് ബീൻ ലേറ്റ് ആയി മാറും. ഈസി. ഇനി ഇത് നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു ടോപ്പിക് ആയിട്ട് എടുക്കണോ? ഇഫ് യു വാണ്ട് ടു അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ, ഞാൻ എടുത്തു തരാട്ടോ. ഒരു ചോദ്യം മതി കേട്ടോ, ഒന്ന് കമന്റിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ്, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. അടിയിൽ തന്നിട്ടുള്ള പാസേജ് എഡിറ്റ് ചെയ്യാൻ 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അപ്പൊ 2 മിസ്റ്റേക്ക് ഉണ്ടാവില്ല കേട്ടോ. ദ യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡന്റ് ടു ഫ്ലൈയിങ് അല്ല, ഈ ടുവിന്റെ ശേഷം V1 ആണ് ഉപയോഗിക്കുക. അപ്പൊ ടു ഫ്ലൈ എന്നാണ് പറയുക. ടു ഫ്ലൈ. അപ്പൊ ഇതാണ് ഇത് തെറ്റ്. ടുവിന്റെ ശേഷം എന്ത് ഉപയോഗിക്കണം പറ, V1 ഉപയോഗിക്കണം. റൂൾ ഇതാട്ടോ, മറക്കരുത്. ഇറ്റ് ഈസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈ റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത് അല്ലേ. അപ്പൊ ഇനി ഇതിൽ അടുത്ത തെറ്റ് ഏതാന്നുള്ളതാണ് കേട്ടോ. ഇറ്റ് ഈസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല, ആഫ്റ്ററിന് ശേഷം. ആഫ്റ്റർ സ്ലീപ്പിംഗ്, ആഫ്റ്റർ സ്മോക്കിംഗ് അല്ലേ. അപ്പൊ ആഫ്റ്റർ മേക്കിംഗ് ആണ് വരിക, മേക്ക് അല്ല. ആഫ്റ്ററിന്റെ ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം പറ, ആഫ്റ്റർ ബിഫോറിന്റെ ശേഷമൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കണം മക്കളെ പറ, ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഏത് ഫോം ഉപയോഗിക്കാൻ പറ, ING ഫോം. അപ്പൊ ആഫ്റ്റർ മേക്കിംഗ് ആണ് ഉത്തരം. ക്ലിയർ അല്ലേ മക്കളെ? ആഫ്റ്റർ മേക്കിംഗ് ആണ് കേട്ടോ. ക്ലിയർ? അപ്പൊ 2 മാർക്ക് അവിടെ സെറ്റ് ആയി. അപ്പൊ 2 റൂൾ നമ്മൾ പഠിച്ചു. 2ന്റെ ശേഷം V1 ആണ്, ആഫ്റ്റർ ബിഫോർ 4 അല്ലേ, ആഫ്റ്റർ ബിഫോർ അതുപോലെ തന്നെ 4 ഇതിന്റെ ഒക്കെ ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം പറ, ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മറക്കരുത് കേട്ടോ, തെറ്റരുത്. ശ്രദ്ധിക്കുക. അടുത്തത്, the dialogue between Mrs. Clifford and Mr. Gupta in Price of Flowers is given below. Report the dialogue. Mrs. Clifford, did you see that in the crystal? അപ്പൊ Mr. Gupta, yes, I have seen it. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ള കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. മിസ്സിസ് ക്ലിഫോർഡ് ചോദിച്ചതല്ലേ, അപ്പൊ മിസ്സിസ് നോക്കിക്കോളൂ, മിസ്സിസ് ക്ലിഫോർഡ് അല്ലെ, ക്ലിഫോർഡ് ആസ്ക്ഡ് ആരോടാണ് പറ, ആസ്ക്ഡ് ഗുപ്തനോട് ചോദിച്ചു അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, ഇത് WH ക്വസ്റ്റ്യൻ ആണോ? അല്ലല്ലോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. യെസ് ഓർ നോന്റെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ആസ്മോ എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. ഏതാണ് ഫോർമാറ്റ് പറ, ആസ്മോ. ആദ്യം ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്, ഓ എന്ന് പറഞ്ഞാൽ അതേഴ്സ്. അപ്പൊ ഇതെങ്ങനെ സാർ റിപ്പോർട്ട് ചെയ്യല്? ആദ്യം ഒരു ഈഫ് ഇട്ട് കൊടുക്കുക, ഈഫ്, എന്നിട്ട് എസ് ഇങ്ങോട്ടും എ ഇങ്ങോട്ടും ഇട്ടാല് റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു. അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ പഠിച്ചിരുന്നത് ഏതായിരുന്നു അറിയോ? കാസ്മോ എന്ന് പറയുന്ന ഫോർമാറ്റാ, കാസ്മോ അല്ലെ. അതിൽ ക്യൂ അതുപോലെ തന്നെ നിലനിർത്തി, പിന്നെ എസ് അങ്ങോട്ടും എ ഇങ്ങോട്ടും ഇല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തതിന് പകരം നമ്മൾ ഈ ഫിറ്റിന്റെ ശേഷം എസ് അങ്ങോട്ടും എ ഇങ്ങോട്ടും ഇട്ടാൽ റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. അത്രേ ഉള്ളൂ എന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് ഗുപ്ത ഇല്ലേ, ഈഫ് അല്ലേ, യു എന്ന് പറയുന്ന യു ഇങ്ങോട്ടും ഡിഡ് ഇങ്ങോട്ടും വരിക, അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. ഈഫ് യു കൊണ്ട് ഉദ്ദേശിച്ച ഗുപ്ത അല്ലേ, ഈഫ് ഹി. ഡിഡ് എന്തായി മാറും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡിഡ് എന്തായി മാറും, ഹാഡ് ഡൺ ആയി മാറും അല്ലേ. അപ്പൊ നോക്കിക്കോളൂ, ഈഫ് ഹി ഹാഡ് ഡൺ പ്ലസ് സി എന്താ വരിക, സീൻ അല്ലെ. ഡൺ, ഇനി ഡൺ സീൻ എഴുതിയാലും കുഴപ്പമില്ല, ഡൺ പ്ലസ് സി എന്താ വരിക, സീൻ ആണ് കേട്ടോ. ഇഫ് ഹി ഹാഡ് സീൻ ദാറ്റ്, ബാക്കി അതേപോലെ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ, ദാറ്റ് in the crystal
അപ്പൊ നോക്കിക്കോളൂ, മിസ്റ്റർ ഗുപ്ത അല്ലെ, മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്തു, റിപ്ലൈഡ്, മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ദാറ്റ് അല്ലെ, റിപ്ലൈ ചെയ്താൽ പിന്നെ അവിടെ ദാറ്റ് ഉപയോഗിക്കൽ നിർബന്ധം കേട്ടോ. എങ്ങനെയാണ് റിപ്ലൈ ചെയ്ത് പറ, യെസ് പറഞ്ഞിട്ടല്ലേ. അപ്പൊ മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ചെയ്തണം കേട്ടോ. എന്ത് ചെയ്തണം പറ, പോസിറ്റീവ്ലി ദാറ്റ്. ഹി നോക്കൂ, ഹാവ് എന്തായി മാറും പറ, ഹാഡായി മാറും. അപ്പൊ ഹി ഹാഡ് സീൻ ഇറ്റ്, പരിപാടി കഴിഞ്ഞു. ഹി ഹാഡ് സീൻ ഇറ്റ് ആണ് എന്ന്, പരിപാടി കഴിഞ്ഞു. ഹാവ് ഹാസ് എന്തായി മാറും മക്കളെ പറ, ഹാഡായി മാറും. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഹാവ് ഹാസ് എന്തായി മാറും പറ, ഹാഡായി മാറും. റെഡി, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആസ് യു നോ ആഫ്റ്റർ ആൻ ആക്സിഡന്റ് ഐ ആം ബാക്ക് ഹിയർ. എൻ്റെ ഒരു ആക്സിഡന്റിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. കാലിന് നല്ല പ്രശ്നമുണ്ട്. എന്നിട്ട് നിങ്ങൾ എക്സാം എടുത്തിട്ട് വരാണ്ടിരിക്കാൻ പാടില്ലല്ലോ, അതിനുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല പെയിൻഫുൾ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ക്ലാസ് മര്യാദക്ക് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പൊ അടുത്ത് നോക്കിക്കോളൂ മക്കളെ, കൊഹസി ഡിവൈസ് ആട്ടോ. എന്താണ് പറ, കൊഹസി ഡിവൈസ്. എന്താണ് സാർ ഈ കൊഹസി ഡിവൈസ്? അനുയോജ്യമായ സ്ഥലത്ത് നമ്മൾ ഇത് കണ്ടു. ബട്ടിന്റെ അർത്ഥം എന്താ മക്കളെ പറ, പക്ഷേ. ബട്ടിന്റെ അർത്ഥം എന്താണ് പറ, പക്ഷേ. അത് അല്ലെ, പക്ഷേ. അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ അല്ലെ. അടുത്തത് therefore എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അതുകൊണ്ട്. എന്നർത്ഥം പറ, അതുകൊണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഉപയോഗിക്കണം ഏതാണ് കറക്റ്റ് എന്നുള്ളത് കേട്ടോ. നോക്കൂ, സ്റ്റീഫൻ വാസ് ഇല്ല്, അതുകൊണ്ട് അദ്ദേഹം അസുഖമായിരുന്നു. പക്ഷേ അദ്ദേഹം അസുഖമായിരുന്നല്ല, നിർഭാഗ്യവശാൽ സ്റ്റീഫൻ വാസ് ഇല്ല് അല്ലെ, സ്റ്റീഫൻ ഹോക്കിങ്സിന് അസുഖമായിരുന്നു. അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ സമയത്ത് എവിടേക്കുള്ള, ഫോർ വെസ്റ്റ്മിൻസ്റ്ററിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിന്റെ സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്സിന് എന്തായിരുന്നു പറ, അസുഖമായിരുന്നു അല്ലെ. പക്ഷേ ഈ അറ്റസ്റ്റഡ് എന്നാണോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നാണോ പറ, therefore അല്ലെ. ഇവിടെ ഏതാ വന്ന് പറ, അൺഫോർച്ചുനേറ്റ്ലി. ഏതാ വന്ന് പറ, അൺഫോർച്ചുനേറ്റ്ലി അല്ലെ. ഇവിടെ ഏതാ വന്ന് പറ, therefore. ക്ലിയർ, therefore. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ അവിടെ ബട്ടൊക്കെ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, ബട്ട് പക്ഷേ അങ്ങനെ പറ്റൂല, അതുകൊണ്ട് തന്നെ വെക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. therefore എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അതുകൊണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ. ബട്ടിന്റെ അർത്ഥം പക്ഷേ. അടുത്തത്, complete the following passage with the right form of the verb given in the bracket അല്ലേ. if United Nations dash അല്ലെ, if clause ആട്ടോ. അപ്പൊ if clause ന്റെ റൂൾ ഞാൻ ഒന്നും കൂടെ അവിടെ നിന്ന് ചെറുതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രാമർ ആയിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ കമന്റിൽ അയച്ചാൽ ഞാൻ സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് എടുത്തു തരാം കേട്ടോ. if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണെങ്കിൽ, if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. എന്താ സാറേ V1 കൊണ്ട് ഉദ്ദേശിച്ചത്? ആം ആവാം, ഈസ് ആവാം, ആവാം, അല്ലെങ്കിൽ ഡു ആവാം, അല്ലെങ്കിൽ ഡസ് ആവാം, അല്ലെങ്കിൽ ഹാവ് ആവാം, അല്ലെങ്കിൽ ഹാസ് ആവാം. ഇങ്ങനെ വന്നാൽ ഇപ്പുറത്ത് എന്തായിരിക്കണം, മെയിൻ ക്ലോസ് എന്തായിരിക്കണം എന്നാ പറഞ്ഞ പറ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ. അല്ലെങ്കിൽ ഞാൻ വിൽ തന്നെ വെച്ചിട്ടാ, വിൽ പ്ലസ് V1. സബ്ജക്റ്റ് പ്ലസ് വിൽ ആവാം, ക്യാൻ ആവാം, മേ ആവാം, നമുക്കറിയാം. വിൽ പ്ലസ് V1 കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, if United Nations stop the war between two countries before the so many children and old would not have suffered ആട്ടോ. would not have ആണ്. അപ്പൊ had plus V3 വരണം എന്ന് പറയുന്ന റൂൾ ഉണ്ട്. നമ്മൾ V1 ഇങ്ങനെ വന്നാൽ വില്ല് പ്ലസ് V1 നമ്മൾ പഠിച്ചിട്ടോ. ഇനി സാറേ if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ആണെങ്കിലോ, if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ആണെങ്കിൽ എന്താണ് പറ, V2. എന്താ സാറേ V2 കൊണ്ട് ഉദ്ദേശിച്ചത്? V2 കൊണ്ട് ഉദ്ദേശിച്ചത് വാസാവാം, അല്ലെങ്കിലോ പറ പിന്നെ വാസാവാം, അല്ലെങ്കിൽ വേറാവാം, അല്ലെങ്കിലോ പിന്നെ ഹാഡ് ആവാം, അല്ലെങ്കിൽ ഡിഡ് ആവാം. ഇങ്ങനെ വന്നാൽ അത് V2 ആണ്. ഇങ്ങനെ വന്നാൽ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ, സബ്ജക്റ്റ് പ്ലസ് V2 വന്നാൽ കേട്ടോ, V2 വന്നാൽ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ആണ്. വുഡ് പ്ലസ് V1 ആണ് കേട്ടോ. ഇനി നോക്കിക്കോളൂ, if ക്ലോസ് തന്നെ കേട്ടോ. if പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ, എന്ത് വന്നാൽ, ഹാഡ് പ്ലസ് V3 വന്നാൽ, ശ്രദ്ധിച്ച് കേട്ടോളൂ, ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസ് എങ്ങനെ വരിക എന്നറിയോ, വുഡ് ആവാം. ഈ ഹാഡ് പ്ലസ് V3 എങ്ങനെ വരാം കേട്ടോ, ഹാഡ് ബീൻ ആവാം, ഹാഡ് ആവാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഹാഡ് ഡൺ ഒക്കെ ആവാം കേട്ടോ. അങ്ങനെ വന്നാൽ സബ്ജക്റ്റ് പ്ലസ് നോക്കിക്കോളൂ, സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് അല്ലെ, വുഡ് ഹാവ് പ്ലസ്
v3 would have plus v3. ഇതാണ് സത്യത്തിൽ നമ്മൾ നിയമം എന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഹാഡ് പ്ലസ് v3 കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ ഹാഡ് ബീൻ എന്നാവാം, അല്ലെങ്കിലോ ഹാഡ് ഡൺ എന്നാവാം, അല്ലെങ്കിലോ ഹാഡ് എന്നാവാം ട്ടോ. ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെ വന്നാൽ നമ്മളെ റൂൾ എന്താണ് പറ? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് v3 വരണം. ഇതാണ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇഫ് യുണൈറ്റഡ് നാഷൻസ് ഇവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയാൽ വെറും സ്റ്റോപ്പ് ആണെങ്കിൽ അപ്പുറത്ത് വിൽ സഫർ അല്ലെ, വിൽ സഫറേ വരാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ സ്റ്റോപ്പ്ഡ് ആണെങ്കിലോ അല്ലെ, ഡിഡ് ആണെങ്കിലോ വന്നത് വുഡ് സഫർ എന്ന് വരാൻ പറ്റുള്ളൂ. ഇവിടെ ഹാഡ് സ്റ്റോപ്പ്ഡ് വെച്ച് നോക്ക് നിങ്ങള്. ഇഫ് യുണൈറ്റഡ് നാഷൻസ് ഹാഡ് നോട്ട് സ്റ്റോപ്പ്ഡ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ദ വാർ ബിറ്റ്വീൻ ടു കൺട്രീസ് ബിഫോർ ഹാൻഡ് സോ മെനി ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് വുഡ് നോട്ട് ഹാവ് സഫർ ചെയ്യേണ്ടിയിരുന്നില്ല ഹങ്കർ ആൻഡ് കോൾഡ് അല്ലെ. നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ സഫർ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്, നിർത്തിയിരുന്നെങ്കിൽ അല്ലെ, സോറി എങ്ങനെ പറയാ, ഇഫ് യുണൈറ്റഡ് നാഷൻസ് ഹാഡ് സ്റ്റോപ്പ്ഡ്, നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹാഡ് നോട്ട് അല്ല, നിർത്തിയിട്ടില്ലായിരുന്നെങ്കിലല്ല, ഹാഡ് സ്റ്റോപ്പ്ഡ് ദ വാർ വുഡ് നോട്ട് ഹാവ് സഫേർഡ് എന്ന്. അടുത്തോളൂ. ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ്, ഈ കണ്ടിന്യൂസ് എന്ന് വെക്കണ്ട, ഡസ് അല്ലേ ഉള്ളത്, ഡസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പിന്നെ v1 സമം അല്ലെ. v1 ആണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം? വില്ല് പ്ലസ് v1 വെക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതാട്ടോ v1 ഒരു പെട്ടി, ഇതാണ് v1 പെട്ടി, ഇതാണ് v2 പെട്ടി, ഇത് v2 പെട്ടി കേട്ടോ. v1 ആണെങ്കിൽ വില്ല് പ്ലസ് v1 അല്ലേ. ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം ടു മെനി ലൈവ് അല്ലെ, വിൽ ബി ലോസ്റ്റ് എന്നോ അല്ലെങ്കിൽ വിൽ ലൂസ് എന്നോ അല്ലെങ്കിൽ വിൽ ബി ലോസ്റ്റ് അല്ലെ, വിൽ ബി ലോസ്റ്റ്. അതെന്താ സാറേ വിൽ ബി ലോസ്റ്റ് വെക്കാനുള്ള കാര്യം? ജീവൻ സ്വയം പോകൂല, ആരെങ്കിലും കൊല്ലണം, അപ്പൊ വിൽ ബി ലോസ്റ്റ് എന്നാ പറയാ കേട്ടോ. സ്വയം ജീവൻ പോകല്ല, നമ്മൾ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? നശിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒരാൾ സ്വയം മരിക്കൂല, നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം, അങ്ങനെ മരിക്കുള്ളൂ. സ്വയം മരിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഒരാൾ സ്വയം കൊല്ലുക അങ്ങനെ പറയാൻ പറ്റും. ഞാൻ സ്വയം എന്നെ കൊന്നു, സംഗതി സൂയിസൈഡ് ഉണ്ട്, ബട്ട് അത് ഒരു കാരണത്താലല്ലേ. ഇപ്പൊ റൂം സ്വയം ക്ലീൻ ആവില്ലല്ലോ, ഒരാൾ ക്ലീൻ ആക്കണ്ടേ, ലൈക്ക് ദാറ്റ് ട്ടോ. നോക്കൂ നിങ്ങള്, ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം ടു മെനി ലൈവ്സ് വിൽ ബി ലോസ്റ്റ്. ക്ലിയർ. നെക്സ്റ്റ്, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. അടിയുള്ള പാസേജ് തന്നെ എഡിറ്റ് ചെയ്യാൻ കേട്ടോ. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. അപ്പൊ ഇത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി, പാസ്റ്റ് കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഐ പേ എന്നുള്ളത് എന്തായി മാറും പറ? ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. ഞാൻ അവനെ വിസിറ്റ് ചെയ്തു. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ ദ തിങ്സ് അല്ലേ, then വാസല്ല വരാ, തിങ്സ് were with him, how the things were with him on his letters. My brother called his estate അല്ലെ, പിന്നെ or ഹിമാലയ, I arrived at Himalaya. രണ്ട് മാർക്കിന്റെ ചോദ്യമായിരുന്നു. ആ 2 മാർക്കിന്റെ 2 ഉത്തരം നമ്മൾ എന്ത് ചെയ്തു? അവിടെ കണ്ടു കഴിഞ്ഞു. ഈസി ആണ് കേട്ടോ. അടുത്തത്, ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ബ്രാക്കറ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കിക്കോളൂ, ഇതിലുള്ളതിന്റെ കറക്റ്റ് ആൾട്ടർനേറ്റീവ് കണ്ടെത്താന് അടിയിൽ ഉണ്ടാവില്ലേ, ഈസ് ഉണ്ട്, 6 ഉണ്ട്, ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ള കണ്ടെത്താൻ കേട്ടോ. 8 മൈൽസ്, 8 മൈൽ ദൂരം അല്ലെ. ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതെന്തല്ല ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് അല്ല. അതെന്താ സാറേ മൈൽസ് ആകുമ്പോ 6 വെക്കേണ്ടതെന്ന് അല്ല. ഡിസ്റ്റൻസ് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഡിസ്റ്റൻസ്, വെയിറ്റ്, ഹൈറ്റ്, സോറി ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ വെയിറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, അതുപോലെ തന്നെ കിലോഗ്രാം അങ്ങനെയൊക്കെ പറയില്ലേ. പിന്നെ ഇതൊക്കെ നമ്മൾ എന്താ സിംഗുലർ ആയിട്ടാണ് ഉൾപ്പെടുത്തുക കേട്ടോ. ദൂരം 8 കിലോമീറ്റർ വലിയ ദൂരമല്ല. 8 കിലോമീറ്റേഴ്സ് ഈസ് നോട്ട് എ ലോങ്, ഈസ് നോട്ട് എ എങ്ങനെ പറയാ, ലോങ് ഡിസ്റ്റൻസ്, ഒരു ദൂരമുള്ള ഡിസ്റ്റൻസ് അല്ല അല്ലെ, അങ്ങനെ പറയാൻ പറ്റും. നോക്കൂ, 10 കിലോഗ്രാം ഒരു വലിയ ഭാരമല്ല, എങ്ങനെ പറയാം? 8 kilograms ഈസ് നോട്ട് എ ഹെവി വെയിറ്റ് എന്നാ പറയാ കേട്ടോ. അപ്പൊ അൺകൗണ്ടബിൾ ആണ് ഇതിന്റെ ഡിസ്റ്റൻസ്, വെയിറ്റ്, ഹൈറ്റ് ഒക്കെ എന്താണ് മക്കളെ? സിംഗുലർ ആണ് എന്നുള്ളത് മറക്കണ്ട, ശ്രദ്ധിക്കുക. അപ്പൊ 8 miles ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. സൈക്ലിംഗ് നല്ലൊരു എക്സസൈസ് ആണ്. കൂടാണ്ട് ഹവർ, എന്നിരുന്നാലും അല്ല, ഹവറിന്റെ അർത്ഥം എന്താ? എന്നിരുന്നാലും, എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നാലും എന്നൊക്കെ അർത്ഥം കേട്ടോ. മോർ ഓവർ, കൂടാതെ, 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 കൂടാതെ. ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി അല്ലേ. അപ്പൊ ഉത്തരം ഏതാ വന്ന് പറ? മോർ ഓവർ. ഉത്തരം ഏതാ വന്ന് പറ? മോർ ഓവർ. കൂടാതെ ഇത് നിങ്ങളെ പണം സേവ് ചെയ്യിക്കുന്നു അല്ലേ. അടുത്തത്,
ചേഞ്ച് ദ ഫോളോയിങ് കോൺവെർസേഷൻ ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഗ്രെറ്റ ഡാഡിനോട് ചോദിക്കുന്ന സംഗതിയാണ്, അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ചോദ്യം ഉള്ളത്, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഡാഡ് നോ, യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അപ്പൊ നോക്കിക്കോളൂ, ഗ്രെറ്റ അല്ലേ, യെസ്, ഗ്രെറ്റ ടോൾഡ് അല്ലേ. സെഡ് ടു എന്ന് പറയുന്ന സാധനം ഡാഡിനോടല്ലേ, അപ്പൊ സെഡ് ടു എന്തായി മാറും, ടോൾഡ്. ഗ്രെറ്റ ടോൾഡ് ഹെർ ഡാഡ് എന്നോ അല്ലെങ്കിൽ ഹെർ ഡാഡ് എന്താണ്, ദാറ്റ് എന്താണ് പറ, ദാറ്റ്. ഈ ദാറ്റ് നിർബന്ധമാണ്. റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. എവിടെ, ഗ്രെറ്റ ടോൾഡ് ദാറ്റ് ഷീ അല്ലേ, ഐ എന്ന് പറയുന്നത് ഗ്രെറ്റ അല്ലേ. ഷീ ഹാഡ് തോട്ട്, വെറും തോട്ട് എന്തായി മാറും, ഷീ ഹാഡ് തോട്ട് അല്ലേ. ഷീ ഹാഡ് തോട്ട്, ഷീ ഹാഡ് തോട്ട് ഹീ കുഡ് അല്ലേ. ഹീ കുഡ്, ഈ യു കൊണ്ട് ഉദ്ദേശിച്ച ഡാഡ് അല്ലേ. അപ്പൊ ഹീ കുഡ് മേക്ക് റിയൽ പീച്ചേഴ്സ്, റിയൽ പീച്ചേഴ്സ് അല്ലേ, റിയൽ പീച്ചേഴ്സ്. അപ്പൊ ഡാഡ് റിപ്ലൈഡ് അല്ലേ, ഡാഡ് റിപ്ലൈഡ് നോക്കൂ, ഡാഡ് റിപ്ലൈഡ് എങ്ങനെയാണ് പറ, പോസിറ്റീവ്ലി ദാറ്റ്. ഡാഡ് റിപ്ലൈഡ് പോസിറ്റീവ്ലി, യെസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഡാഡ് റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് അല്ലേ. യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ് എന്ന് പറഞ്ഞില്ലേ. ഷീ ഹാവ് ടു എന്തായി മാറും മക്കളെ, ഷീ ഹാഡ് ടു ഗോ ടു അല്ലേ. ഷീ ഹാഡ് ടു ഗോ ടു ദോസ്, സോറി, ദ സ്റ്റോർ അല്ലേ, സ്റ്റോർ ഫോർ ദോസ്, ഫോർ ദോസ്. ക്ലിയർ, ഫൈൻ. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യലും ഈസിയാണ്. ഇനി റിപ്പോർട്ട് സ്പീച്ചിന്റെ സെപ്പറേറ്റ് ടോപ്പിക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ സിമ്പിൾ ടെക്നിക്കിലൂടെ നിങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇറ്റ്സ് ഈസിയാണ്. ഇനി അങ്ങനെ വേണമെന്ന് ഒന്ന് കമന്റ് ബോക്സ് അയച്ചോളൂ, ഞാനത് ചെയ്തുതരാം. ഈസി, നോ ടെൻഷൻ. അപ്പോൾ നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഗ്രാമർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമറാണ് നമ്മളെ വരാനിരിക്കുന്ന മോഡലിനും അത് കഴിഞ്ഞുള്ള പബ്ലിക്കിനും വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4-5 വർഷത്തൊക്കെ എടുത്താണ് നമുക്ക് വീണ്ടും റെഫർ ചെയ്തുകൊണ്ട് ഫുൾ സെറ്റ് ആക്കാണ്. ഇനി മോഡൽ എക്സാമിന്റെ മുന്നേ റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണോ, ഇഫ്റ്റോസിന്റെ ക്ലാസ് വേണോ, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അയച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്, ബൈ.